സാറിന്റെ പഠനകാലത്ത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? ഞാൻ എൻ്റെ പഠനകാലത്ത് സ്കൂളിൽ അതിനുശേഷം പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് എൻ്റെ ആദ്യത്തെ തുടക്കം. ആ സമയത്ത് എൻ്റെ ഏറ്റവും ഫേവററ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷ് ആയിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പോൾ മലയാളം മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ് ഒരു ബാലികറാമല. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും വന്നിട്ടുണ്ട് മലയാളം മീഡിയം ആയതുകൊണ്ട്. പിന്നെ ആ നാട്ടിൻപുറത്ത് വലിയ ജോലിക്ക് പോയവരോ ഇംഗ്ലീഷ് പറയുന്നവരോ ഒന്നും ആ പ്രദേശത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാനാണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളൊരു ചിന്ത ഇന്നുമുണ്ട് അന്നുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ ശശി തരൂർ ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് ശശി തരൂർ വലിയ മഹാനാണ്, ഭയങ്കര കഴിവുള്ള ആളാണ്, ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് ചിലരെങ്കിലുമൊക്കെ കരുതുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പ്രാവീണ്യം കൊണ്ടാണ്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോഴത്തേനും ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി, ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു രീതി, ഇംഗ്ലീഷിൽ സ്ഫുടമായിട്ടും ക്ലിയറായിട്ടും വെള്ളം പോലെ പറയുക എന്നൊക്കെ പറയുന്നത് ശശി തരൂർ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമാനാണ്, വേറിട്ട് നിൽക്കുന്നു നമ്മുടെ അപ്പം പണ്ടും ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് പറയുന്നവർ വലിയ ബുദ്ധിമാന്മാരും പഠിപ്പുള്ളവരും കഴിവുള്ളവരുമാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പാലായിൽ സെൻറ്റ് വിൻസെൻ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം AKJM ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഈ 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളേ ഉള്ളൂ, ഒന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ഒന്ന് പാലായിൽ. തീക്കോയിലാണല്ലോ, തീക്കോയ് സെൻറ്റ് മേരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അത് മലയാളം മീഡിയം സ്കൂളാണ്. അപ്പോൾ അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും ഒരു കുട്ടി ഈ പാലായിലെ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ വന്നു. അപ്പോൾ അന്ന് ഈ കുട്ടി അറിയാലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വന്ന കുട്ടി ഇംഗ്ലീഷ് പറയുന്നതും ബാക്കി ഞങ്ങൾ മലയാളം മീഡിയത്തിൽ തന്നെ 8ാം ക്ലാസ് വരെ അതേ സ്കൂളിൽ പഠിച്ചവർ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ തപ്പിയും തടഞ്ഞും ഒക്കെ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതേസമയം ഈ പക്ഷി ഇംഗ്ലീഷ് വളരെ ക്ലിയറായിട്ട് നന്നായിട്ടൊക്കെ പറയുന്നു ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് അതിന് മുമ്പും ഇംഗ്ലീഷിനെ പറ്റി ആ നാട്ടിലുള്ള ധാരണ, അവിടെ നമ്മുടെ അടുത്ത് വാഗമൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വാഗമണിൽ ഒരു ഇൻഡോസിസ് പ്രോജക്റ്റിലേക്ക് അന്ന് ഈ സായിപ്പ്മാരൊക്കെ അതിൽ നടന്ന് ഒക്കെ ചിലപ്പോൾ പോകും. അന്നധികം ബസ് സർവീസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവരോടൊക്കെ ഈ ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്നോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ അത് പറഞ്ഞാൽ ആ ആൾ വലിയ മഹാനായി. കാരണം അത്രയും പറയാൻ പറ്റിയാൽ. അങ്ങനത്തെ ഒരൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ എൻ്റെ ഒരു ഫേവററ്റ് സബ്ജക്റ്റായിട്ട് ഞാൻ അന്ന് കരുതി. കാരണം അതിൽ ഒരു പ്രാവീണ്യം നേടിയാൽ മഹാനാകും, ബുദ്ധിമാനാകും, അറിവുള്ളവനാകും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായി. അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ഫേവററ്റ് സബ്ജക്റ്റ്. ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഗവേഷണ പ്രബന്ധങ്ങളും തീസീസുകളും നല്ല ബുക്കുകളും, ഇപ്പോൾ നമ്മൾ ബുക്കർ പ്രൈസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, നോബൽ പ്രൈസ് പല രാജ്യങ്ങളിലെ പല പിന്നെ പരിഭാഷകൾ വന്നിട്ട് അതൊക്കെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഉള്ള നമ്മുടെ സാഹിത്യവും നമുക്ക് കൂടുതൽ പരിചയമുള്ള സാഹിത്യമൊക്കെ ഇംഗ്ലീഷ് സാഹിത്യമാണ്. റിസർച്ച് പേപ്പേഴ്സ് കൂടുതലും ഇംഗ്ലീഷിലാണ് വരുന്നത്. മറ്റ് ഭാഷകളില്ലെന്നല്ല, ജർമ്മനിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, ചൈനീസിലുണ്ട്, ജാപ്പനീസിലുണ്ട്, ഒക്കെ ഉണ്ട്, റിസർച്ച് ഉണ്ട് ആ ഭാഷകളിൽ. പക്ഷേ കൂടുതലും നമുക്ക് പരിചയം ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബുക്കുകളും ഇംഗ്ലീഷ് ഭാഷയിലുള്ള റിസർച്ച് പ്രബന്ധങ്ങളും ആർട്ടിക്കിൾസും ഇംഗ്ലീഷ് ഭാഷയിലുള്ള BBC, CNN പോലെയുള്ള ചാനലുകളും ന്യൂസുകളും ഒക്കെയാണ്. നമ്മളെവിടെ ലോകത്ത് പോയാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് ജീവിക്കാമെന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ അത് ചെറുപ്പകാലത്ത് എന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് ആകർഷിക്കാൻ ഒരു കാരണമായി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേയധികം കഷ്ടപ്പെട്ടു. ഈ ഡിക്ഷണറിയൊക്കെ പുസ്തകം പോലെ ഈ വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് പഠിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴും. അതുപോലെ ഗ്രാമർ, FT വുഡ് എന്ന് പറയുന്ന അവരുടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഗ്രാമർ ബുക്ക് അതുപോലെ പഠിക്കുക. അപ്പോൾ റെൻ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്ന വേറൊരു ഗ്രാമർ ബുക്കുണ്ട്. അപ്പോൾ അത് കുറേയധികം ഞാൻ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുവേണ്ടി കുറേയധികം അപ്പം നമ്മൾ കൂടുതൽ വായിക്കും, അതിൻ്റെ ബുക്കുകൾ വായിക്കും.
അപ്പോൾ പിന്നെ അതിൻ്റെ നോവലുകളും അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്കുകളും ഇംഗ്ലീഷിൽ കുറേ കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എൻ്റെ സ്കൂളിലും ഒക്കെ, അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി സമയത്തും ഒക്കെ ഇംഗ്ലീഷായിരുന്നു. ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇപ്പോൾ കുറേ പേർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പാടാണ്. ചിലർ പറയും ഏറ്റവും മലയാളത്തിനേക്കാളും ഏറ്റവും എളുപ്പം ഇംഗ്ലീഷാണെന്ന്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാൻ എങ്ങനെ, എളുപ്പമാണോ അതോ പാടാണോ? സാറിൻ്റെ അഭിപ്രായം എന്താ? ഒന്നാമത്തെ കാര്യം, നമ്മൾ മലയാളവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ 56ഓളം അക്ഷരങ്ങളില്ലേ, ഇംഗ്ലീഷിൽ അതിൻ്റെ പകുതിയില്ലേ ഉള്ളൂ. അപ്പം അതൊരു കാര്യം. രണ്ട്, കൂടുതൽ സാഹിത്യവും കൂടുതൽ നമ്മളറിയുന്ന സാഹിത്യം, അത് ഷേക്സ്പിയർ ആയാലും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിനെ പറ്റിയാണ്, മറ്റേത് ഭാഷയിലുള്ള സാഹിത്യത്തെക്കാളും. ഇപ്പോൾ ഇപ്പം നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസിൽ നിന്ന് മറ്റുള്ള ചുറ്റിലുള്ളവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഭാഷ ഉണ്ടാകാം. അപ്പോൾ അത് കഴിഞ്ഞാൽ മറ്റ് ഭാഷകൾ കമ്പയർ ചെയ്യുമ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ലെ ഫ്രഞ്ചോ ഒക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും പഠിക്കുന്നതും ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഫ്രഞ്ച് ഭാഷ അലയൻസ് ഫ്രാൻസിൽ പോയി പഠിച്ചിട്ടുണ്ട്. ഡെൽഫ് 1ഉം 2ഉം ഒക്കെ പാസ്സായി ഉള്ളതായതുകൊണ്ട് പറയുകയാണ്, ഫ്രഞ്ച് ഭാഷയും നല്ല ഭാഷ തന്നെയാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെയുള്ള എളുപ്പവും ബുദ്ധിമുട്ടോ രണ്ടും ഈക്വലാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര വിഷമമൊന്നുമില്ല. പിന്നെ അതിൻ്റെ നമ്മൾ പ്രൊണൗൺസിയേഷൻ, ഞാനിവിടെ മലയാളം എടുത്തി പഠിച്ചത് കൊണ്ട് MSc പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് വീണ്ടും പഠിക്കാൻ വേണ്ടി, കാരണം അന്ന് പ്രൊണൗൺസിയേഷൻ എൻ്റെ നേരെയാക്കാൻ വേണ്ടി ഡൽഹിയിൽ കാലിഫോർണിയയിൽ നിന്ന് വന്ന ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ അവർ എന്നെ വീണ്ടും ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഞാൻ MSc പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഞാൻ പഠിക്കാൻ പോയി എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടും. അപ്പോൾ അതിൽ കൂടുതൽ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ കൂടി നമ്മൾ കുറേയധികം അറിവുകൾ നേടുന്നുമുണ്ട്. അപ്പം ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത്, ഈ ഫ്രാൻസിനെ പറ്റിയും ഫ്രാൻസിൻ്റെ കോളനികളെ പറ്റിയും ഫ്രഞ്ച് സംസ്കാരത്തെ പറ്റിയും ഫ്രഞ്ചുകാരുടെ ഉത്സവങ്ങളെ പറ്റിയും ഒന്നും എനിക്ക് ഒരു വിവരമില്ലായിരുന്നു. കാരണം നമ്മളത് ഇംഗ്ലീഷല്ലേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്, മലയാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷയിൽ കൂടിയാണ് നമ്മൾ സംസ്കാരത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ആ തിരിച്ചറിവ് ഉണ്ടായത്. ഇത് ഓരോ ഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭാഷയിലൊക്കെ ഒരു സംസ്കാരമുണ്ട്, അവർക്ക് കുറേ ഉത്സവങ്ങളുണ്ട്, അവർക്ക് കുറേ മതങ്ങളും മതവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആർട്ട് ഫോംസ് ഉണ്ട്, കല അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷയും കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് കുറേയധികം, കാരണം ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യർ സംസാരിക്കുന്നൊരു ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് കുറേയധികം പ്രദേശങ്ങളിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. സിംബാബ്വേയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അറിയാം. സൗത്ത് ആഫ്രിക്ക സംസാരിക്കുന്നുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. അപ്പോൾ അത് ഒക്കെ നമുക്ക് ആ ഭാഷയിൽ കൂടി കുറേ കാര്യങ്ങൾ അറിയാം. ഫ്രഞ്ച് പഠിക്കുമ്പം ഫ്രഞ്ച് കോളനികളിലെയും ഫ്രഞ്ച് സംസ്കാരത്തെയും അവരുടെ ഉത്സവങ്ങളെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. ഹിന്ദി പഠിക്കുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള പല പ്രദേശങ്ങളിലെയും കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ മലയാളം മാത്രം മതി എന്ന് പണ്ട് നമ്മുടെ അച്യുതാനന്ദനൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. എല്ലാം മലയാളം മതി, വേറെ ഒന്നും വേണ്ട. ഇന്നുകൊണ്ട് ചില ഭ്രാന്തന്മാർ പറയുന്നുണ്ട്, ഭാഷാഭ്രാന്തന്മാരെന്ന് ഞാൻ പറയുന്നുള്ളൂ, ഭ്രാന്തന്മാർ പറയുന്നുണ്ട്, അല്ലെ വിവരമില്ലാത്തവർ വിവരക്കേട് പറയുന്നുണ്ട്, മലയാളം മാത്രം മതി. പക്ഷെ മലയാളം മാത്രം കഴിഞ്ഞ് കേരളത്തിലെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അതിൻ്റെ പുറത്തേക്കുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഭാഷകളൊക്കെ പഠിക്കണം. അപ്പോൾ ഓരോ ഭാഷ പഠിക്കുമ്പോഴത്തേനും അത്രയും സംസ്കാരം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത്രയും നമ്മുടെ ചിന്താഗതി വളരും, കൂടുതൽ പെർസ്പെക്റ്റീവ്സ് നമുക്കുണ്ടാകും. അപ്പോൾ അതല്ലേ വളർച്ച എന്ന് പറയുന്നത്. മലയാളം കൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമേ നിന്നിട്ട് കാര്യമുള്ളൂ, പുറത്തോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ്. മറ്റ് ഭാഷകളാണല്ലോ. കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഭാഷകൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അവിടുത്തെ പ്രധാന ഭാഷ. ഇപ്പോൾ അടുത്ത കാലത്ത് കർണാടകത്തിൽ വരെ ചില ഭ്രാന്തന്മാർ കന്നഡ പറയണം എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് വോട്ട് നേടാൻ വേണ്ടിയൊക്കെ കൊള്ളാമായിരിക്കാം. പക്ഷേ ആ പ്രദേശത്തെ മനുഷ്യരുടെ വളർച്ചയ്ക്ക് അത് തീർച്ചയായിട്ടും മോശമാണ്. പിന്നെ സാറിനൊരു തോന്നലുണ്ടായിരുന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു,
ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവരൊരു മഹാനാണ്, ഒരു ബുദ്ധിജീവിയാണെന്നുള്ളത്. ആ തോന്നൽ സാറിന് എപ്പോഴാണ് മാറിയത്? അതിപ്പോഴും ആ തോന്നൽ സാറിനുണ്ടോ? ഇല്ലില്ല, ഇല്ല. ഇപ്പോൾ ഇപ്പോൾ ഏത് ഒരു ഭാഷ അറിയാത്ത ഒരാൾ പോലും ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തതുണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പെൻഷൻ കിട്ടാത്ത ഒരു മറിയക്കുട്ടി ഒരു ചട്ടിയുമായിട്ട് സമരം നടത്തിയിരുന്നില്ല കഴിഞ്ഞ വർഷമോ മറ്റോ, ഈ അടിമാലിയിലെ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മറിയക്കുട്ടിക്ക് മലയാളത്തിലും വലിയ പ്രാവീണ്യം ഉണ്ടാവില്ലായിരിക്കാം, ഇംഗ്ലീഷിലും ഉണ്ടാവില്ലായിരിക്കാം, ഹിന്ദിയിലും ഇല്ലായിരിക്കാം, ഫ്രഞ്ചും അറിയണമെന്നില്ല, അറബിക്ക് അറിയണമെന്നില്ല. പക്ഷേ ആ മറിയക്കുട്ടിക്ക് ചിന്ത എന്ന് പറയുന്നത് എത്ര അറിവുള്ള ഒരു ആളാണ്, എത്ര ഒരു മഹതിയാണ്. കാരണം ഒരു സ്റ്റേറ്റിനോട് പ്രതികരിക്കാനുള്ള ഒരു എനർജിയും കരുത്തും ധൈര്യവും ഒക്കെ ഉണ്ടായത് വളർച്ചയുടെയും അറിവിൻ്റെയും ഒരു മഹത്വമായിട്ടാണ് തന്നെ ഞാൻ കാണുന്നത്. അല്ലാതെ വെറുതെ ഒന്നും അറിയാത്തവരാണല്ലോ പേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകുന്നതിനും ഭാഷയിലുള്ള ഒരു ഏതെങ്കിലും ഭാഷ മതി, എന്തെങ്കിലും. അപ്പോൾ അതിന് ഭാഷയില്ലെങ്കിൽ പോലും നമ്മൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മഹത്വത്തിന് ഭാഷ ആവശ്യമില്ല.